നമസ്കാരം, ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് SSC എക്സാംസ് 2022-2023 വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമുകളെ കുറിച്ച് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനലിൽ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളെ കുറിച്ചും നിങ്ങളോടൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ SSCയുടെ ക്ലാസ്സുകൾ, റെയിൽവേയുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം നോട്ടിഫിക്കേഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. എന്താണ് നമ്മൾ ഇനി SSC എക്സാംസ്, കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ SSCയുടെ എക്സാംസ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, CGL എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ കുറെ പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയുണ്ട്. ഏതാണ്? SSC GD. SSC GDയുടെ എക്സാം വരാനായിട്ട് പോവുകയാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തരാനും, അതുപോലെ തന്നെ SSC GDയുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, SSC CGLന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എല്ലാവരും എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാനായിട്ട് പോവാണ്. ആദ്യം നിങ്ങളെ ഞാൻ ഇൻഫോം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷകളെ കുറിച്ചാണ് കേട്ടോ. നിങ്ങൾക്കറിയാം SSC CGL എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു എക്സാം എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, SSC CGL 2022. അപ്പോ അതിന്റെ എക്സാം ഡിസംബറിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇനി വരാൻ പോകുന്ന അടുത്ത എക്സാംസ്, വളരെ പ്രധാനപ്പെട്ട എക്സാംസ് എന്ന് പറയുന്നത് SSC CHSL ഉടനെ തന്നെ വരും കേട്ടോ. നമുക്ക് നവംബർ 2022 അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വളരെയധികം ആൾക്കാർ കാത്തിരിക്കുന്ന പരീക്ഷ SSC GD കേട്ടോ. SSC GD ഈ എക്സാം ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ്. കാരണം നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് SSC GD എക്സാമിനേഷനെ കുറിച്ച്. ഒരുപാട് പേര് കോൾ ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട് SSC GD എക്സാംസിനെ കുറിച്ച്. അപ്പൊ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ അഗ്നിവീർ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ അഗ്നിവീറിന്റെ ഒരു സ്കീമിലേക്ക് മാറിയതിന് ശേഷം ഈ പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി, ഈ ഫോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ട് വരുന്നവർക്ക് ഈ SSC GD ഒരു വലിയ ആശ്വാസമാണ്. കാരണം അഗ്നിവീറിന്റെ സ്കീമിലേക്ക് കയറുന്നവർക്ക് 4 ഇയർ ആണ് ടെമ്പററി ആയിട്ട് ഒരു പോസ്റ്റ് വരുന്നു. പിന്നീട് അതിൽ നിന്ന് 25% ആൾക്കാരെ മാത്രമേ അവർ സ്ഥിരമായിട്ട് എടുക്കുന്നത്. അപ്പൊ SSC GD ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആട്ടോ. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയാം. അവർക്ക് ഇതൊരു വലിയ ഒരു ആശ്വാസമാണ്. കാരണം നമ്മൾ ഈ SSC GD എക്സാം നന്നായി ഒന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതാമെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. കാരണം ഒറ്റ ടയർ എക്സാമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സിലുള്ള പോലെ തന്നെ ഫിസിക്കൽ വരുന്നു, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നു, അതേ ഉള്ളൂ. ബാക്കിയുള്ള മെഡിക്കലും കാര്യങ്ങളേ ഉള്ളൂ. ഒറ്റ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ മതി. 10th ലെവൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര, നമ്മളിപ്പോൾ CGL പോലെ CHSL പോലെ കട്ടിയൊന്നും ഇല്ല. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒട്ടും കുറച്ച് പ്രിപ്പയർ ചെയ്യേണ്ട കേട്ടോ. നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന CGL, CHSL, GD പോലെയുള്ള എക്സാംസ് വരുന്നുണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ GD ചെയ്തപ്പോൾ ഒരുപാട് പേരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ആ ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടു. എക്സാംസിന് ശേഷം അനാലിസിസ് ഒക്കെ ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമന്റുകളൊക്കെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം SSC GD വളരെ മുന്നേ തന്നെ നമ്മൾ അതിന്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ CGL പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിന്റെ ക്ലാസ്, ഇത് നല്ല വേരിയേഷനിൽ തന്നെയാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങളിപ്പം അദ്വൈത് സാറിന്റെ മാത്സ് കാണുന്നുണ്ടായിരിക്കും. അപ്പൊ CGLും അതുപോലെ തന്നെ GDയും ചെയ്യുമ്പോൾ ആ ഒരു വേരിയേഷൻ നന്നായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് പോകാം. SSC CGLന്റെ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും അറിഞ്ഞു കാണും. അപ്പൊ അത് നമ്മൾ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ടയറിലുണ്ടായ വേരിയേഷൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ ടയർ മാത്രമേ ഉള്ളല്ലോ ഇപ്പോൾ. അപ്പൊ അത് വളരെ ഒരു ആശ്വാസമാണ് SSC എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച്. ടയർ 1ന്റെ മാർക്ക് വേണ്ട, ടയർ 2 എന്ന് പറഞ്ഞൊരു എക്സാം ഏറ്റവും നന്നായി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജോലി കിട്ടാനായിട്ട് പോകണം. പിന്നെ അറിയാലോ, ഏകദേശം 20,000-ഓളം വേക്കൻസിയാണ്, 20,000 വേക്കൻസിയാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം SSC ഇത്രയും വേക്കൻസിക്ക് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഒരു പരീക്ഷ, ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ച് ഇത് കിട്ടേണ്ട ഒരു പരീക്ഷയാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. ദിശ അക്കാഡമി എല്ലാ ക്ലാസ്സുകളും തന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നത് SSC CGL എക്സാമിന്റെ ടയർ 1, ടയർ 2 എക്സാംസ് ആണ്. ടയർ 1 ഈസ് ദ ക്വാളിഫയിങ് നേച്ചർ എക്സാം. ഓക്കെ, SSC CGL ടയർ 1 ഈസ് ക്വാളിഫയിങ് നേച്ചർ എക്സാം. ടയർ 2 ഈസ് സ്കോറിംഗ് ഇൻ നേച്ചർ. ടയർ 2ന്റെ മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാമിന് എടുക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. എന്താണ് SSC CGLന്റെ ടയർ 1? നമ്മുടെ ടോപ്പിക്കുകളിലൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. 2 ടയറിനും നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യേണ്ടത് റീസണിങ്, ജനറൽ അവയർനെസ്, QA, ഇംഗ്ലീഷ്.
അപ്പൊ ഇത് ഒരു ഭയങ്കര ഒരു കാര്യമല്ലേ. നിങ്ങൾ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവര് നന്നായിട്ട് അങ്ങ് നിങ്ങളുടെ QA സ്ട്രോങ് ആക്കുക, നിങ്ങളുടെ റീസണിങ് സ്ട്രോങ് ആക്കുക, നിങ്ങളുടെ ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കുക. അപ്പൊ തന്നെ നമ്മുടെ ഒരു 75% നമ്മൾ കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 25% GK ആണ്. അതിൽ ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും കറണ്ട് അഫയേഴ്സും എല്ലാം കൂടെ ചേർന്നൊരു 25%. ഈ ഒരു ഏരിയ സ്ട്രോങ് ആക്കുന്നവർക്ക് ഉറപ്പാണ് എക്സാം. ഓക്കെ, ഉറപ്പാണ് എക്സാം. അപ്പൊ നമ്മൾ എന്തിനാണ് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആൾക്കാർക്ക് മാത്രം നമ്മൾ ഈ പോസ്റ്റുകൾ വിട്ടുകൊടുക്കുന്നത്? നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എന്തുകൊണ്ട് SSC എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങൾ ആ കൃത്യമായ സ്ട്രാറ്റജിയിൽ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചേ. ഇപ്പൊ കുറച്ച് പേര് എനിക്ക് തോന്നുന്നു ബാങ്ക് എക്സാംസ് മാത്രം, ഈ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും CGL പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താണ് ബാങ്ക് മാത്രമായിട്ട് നോക്കിയിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കൂ. നിങ്ങൾ വളരെ സീരിയസ്ലി ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കൂ. എല്ലാ സപ്പോർട്ടോടും കൂടി ദിശ അക്കാഡമി കൂടെയുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു ഈ 4 ടോപ്പിക്കുകൾ. എന്താണ് CGLന്റെ എക്സാം പാറ്റേൺ? 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ഓക്കെ, അപ്പൊ 2 മാർക്കാണ്. 25 ക്വസ്റ്റ്യൻസ് 50 മാർക്സ്, അഗൈൻ 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, 25 ക്വസ്റ്റ്യൻസ് ആൻഡ് 50 മാർക്ക്. ആകെ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്സ്. ഓക്കെ, 60 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓർക്കുക, ഈ എക്സാം ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ടയർ 1 എക്സാം ക്വാളിഫൈ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ഈ 4 ഏരിയ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കും മക്കളെ. നിങ്ങൾ സിലബസ് അനുസരിച്ച് ടോപ്പിക് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കൂ. അന്നേരം പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ടയർ 1 നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് എക്സാമിന്റെ പാറ്റേൺ. ഓക്കെ, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ടയർ 2ന്റെ പാറ്റേൺ എന്താണ്? 3 പേപ്പറുകളാണ് പ്രധാനമായിട്ടും. പേപ്പർ 1 കമ്പൽസറി എല്ലാ പോസ്റ്റുകൾക്കും കേട്ടോ. പക്ഷേ പേപ്പർ 2 ഒന്നും നമ്മൾ എല്ലാവർക്കും ആവശ്യമില്ല. ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എഴുതുന്നവർക്ക് മാത്രം പേപ്പർ 2 എഴുതിയാൽ മതി. അതുപോലെ പേപ്പർ 3 എന്താണ്? അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ പോലെയുള്ള പോസ്റ്റുകൾക്ക് മതി. അപ്പോൾ പേപ്പർ 1 ഒരുപാട് പോസ്റ്റുകൾക്ക് പേപ്പർ 1 മാത്രം മതി, പേപ്പർ 2വിന്റെ ആവശ്യമൊന്നുമില്ല. അത് മനസ്സിലാക്കുക. അപ്പൊ പേപ്പർ 2ഉം 3ഉം ആ സ്പെസിഫിക് ആയിട്ടുള്ള പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നവർ മതി. നോർമൽ ആയിട്ടുള്ള പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് എന്ത് വേണ്ട? പേപ്പർ 1 മാത്രം മതി. ഓക്കെ, അപ്പൊ പേപ്പർ 1 എന്താണെന്ന് അറിയണ്ടേ? ഇതാ നോക്ക്, പേപ്പർ 1 എന്താണ്? പേപ്പർ 1ൽ വരുന്നത് 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 സെക്ഷൻസ്. ഒന്ന് ശ്രദ്ധിച്ചേ, സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. സെക്ഷൻ 1ല് മാത്സ് റീസണിങ് കണ്ടോ, മാത്സ് റീസണിങ് അവിടെ നമ്മുടെ സ്ട്രോങ് ആക്കേണ്ട ഏരിയ. സെക്ഷൻ 2ൽ വന്നിട്ട് ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് വീണ്ടും നമ്മുടെ സ്ട്രോങ് ആക്കേണ്ട ഏരിയ. അതായത് ഈ 4 എണ്ണവും നമ്മൾ ഏതിൽ പഠിക്കുന്ന ടയർ 1ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന 4 എണ്ണവും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ വെയിറ്റേജ് കൂടി ഒന്നും അറിയാം. 30 ക്വസ്റ്റ്യൻസ് 90 മാർക്കാണ് ഏതിന് വരുന്നത്? മാത്സിന് വരുന്നത്. റീസണിങ് 30 ക്വസ്റ്റ്യൻസ് 90 മാർക്കാണ് വരുന്നത്, 90 മാർക്സ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് നോക്കെ 45 ക്വസ്റ്റ്യൻസ് 135 മാർക്സ്. അപ്പൊ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഉണ്ട്. നന്നായി ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് സ്കോർ ചെയ്യാൻ സാധിക്കും. അല്ലാതെ ചുമ്മാതെ നമ്മൾ ഏതെങ്കിലും 4 ഗ്രാമർ പഠിച്ചുകൊണ്ട് പോയാലൊന്നും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ പറ്റില്ല. നന്നായി ഇംഗ്ലീഷിന്റെ ഏരിയ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഞാൻ പറയുന്നുണ്ട്, മനസ്സിലാവുന്നല്ലോ മക്കളെ. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 75 മാർക്ക്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം സെപ്പറേറ്റ് എന്ത് ചെയ്യണം? നമുക്ക് ഒരു കട്ട് ഓഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സെക്ഷൻ 3 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ഒരു പാർട്ടാക്കി വന്നിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്. ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ് കേട്ടോ, ക്വാളിഫയിങ് എക്സാം ആണ്. പിന്നെ ഡേറ്റ എൻട്രി സ്പീഡ് നിങ്ങളെ ചെക്ക് ചെയ്യുന്നതും അത് വലിയ പാടൊന്നുമില്ല, അതും ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അതിനൊരു അരമണിക്കൂർ. ഓക്കെ, ദെൻ ഇത് 1 അവർ വരുന്ന 2 എക്സാംസ് ആണ്. ഏതൊക്കെയാണ്? മാത്സ് റീസണിങ്, ഇംഗ്ലീഷ് ജനറൽ. അപ്പൊ സെക്ഷൻ 1 1 മണിക്കൂർ എക്സാം, സെക്ഷൻ 2 അടുത്ത 1 മണിക്കൂർ എക്സാം, ദെൻ സെക്ഷൻ 3 ഒരു ക്വാളിഫയിങ് എക്സാം. ഇത്രയും കാര്യം ഓക്കെ ആക്കുന്നവർക്ക് CGL SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് വേണ്ടി നടത്തുന്ന എക്സാം ആണ്. ഇത് വിട്ടുകൊടുക്കല്. നമ്മുടെ കുട്ടികൾ ഇത് സ്കോർ ചെയ്തിരിക്കണം. നമ്മുടെ ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ കാണുന്നവർ ഇത് സ്കോർ ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടി എല്ലാ എഫേർട്ടും എടുത്ത് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൂടാതെ ഓൺലൈനിലും അതേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ അറിയാമല്ലോ, പേപ്പർ 2, 3 സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ എന്താണ് ഫിനാൻസ് എക്കണോമിക്സ് പാർട്ടുകളാണ്. അത് കൺസേൺഡ് പോസ്റ്റുകൾക്ക് മാത്രമുള്ളവർ അത് ചെയ്താൽ മതി. ബാക്കിയുള്ളവരെല്ലാം എന്താണ്, പേപ്പർ 1 ഈസ് കമ്പൽസറി ആണ്. അത് നന്നായി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒരു ഉറപ്പും വിചാരിക്കാതെ
ഒരല്പം പോലും നിങ്ങൾ എന്താ അശ്രദ്ധ കാണിക്കാതെ സീരിയസ്ലി പഠിക്കുക. അക്കാഡമി കൂടെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ SSC GD ലോട്ടൊന്ന് പോട്ടെ. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ SSC GD പറ്റി ചോദിക്കുന്നു. SSC GD 10ാം ക്ലാസ് യോഗ്യത വരുന്ന 10th ബേസിസിൽ വരുന്ന എക്സാം ആണ്. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുക, ഒരുപാട് പേര് ഈ എക്സാം കാത്തിരിക്കുകയാണ്. എന്താണ്, ഈ എക്സാം എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം, ഒരു പെർമനന്റ് ആയിട്ടുള്ള ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കാത്തിരിക്കുവാണെന്ന് അറിയാം. അപ്പോ പറയുന്നത് വെച്ചാൽ ഒറ്റ എക്സാമേ ഉള്ളൂ, ടയർ 1 ഒരു എക്സാം, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം. അത് ക്ലിയർ ചെയ്യുക മക്കളെ, 100 മാർക്കിന്റെ ഒരു എക്സാം. ഓക്കെ, 4 സെക്ഷൻസ് ആയിട്ടാണ്, 100 ക്വസ്റ്റ്യൻസ് ആണ്. ആ 4 സെക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഏതാ പറഞ്ഞേ? നമ്മുടെ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും, അല്ലാണ്ട് ഒന്നുമില്ല. ഓക്കെ, 90 മിനിറ്റ് കൂടിയുണ്ട്. നമുക്ക് 90 മിനിറ്റ് തരുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസമല്ലേ? മറ്റ് എക്സാമിനേക്കാളും കുറച്ചുകൂടെ സമയം തരുന്നുണ്ട്. അതുപോലെ 0.25 ആണ് നമ്മുടെ നെഗറ്റീവ്. CGL ടയർ 1 0.50 അര മാർക്ക് പോകുമ്പോൾ ഇവിടെ എന്താണ്, 1/4 മാർക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ തീർച്ചയായിട്ടും നിങ്ങളെ അതിന്റെ സിലബസ് കൂടി ഒന്ന് പരിചയപ്പെടുത്താം. നോക്കൂ, ഞാൻ പറഞ്ഞു ഈ 4 എണ്ണം സ്ട്രോങ് ആക്കുക മക്കളെ. ഏതാണ്? ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, മാത്സ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് എഴുതുന്നു കൂട്ടിക്കോ. അപ്പോൾ ഇതാണ് 4 സെക്ഷൻസ് എന്ന് പറയുന്നത്. 25 ക്വസ്റ്റ്യൻസ് വീതം, 25 മാർക്ക് വീതം, 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്. അപ്പൊ ഞാൻ പറയുന്നു, SSC GD എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും, ചില ആൾക്കാർ നമ്മളോട് ചാനലിൽ ചോദിക്കുന്നവരും അതുപോലെ നേരിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെ ചോദിക്കുന്നുണ്ട്, സാറേ GD എക്സാം എഴുതുന്നവര് ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, എന്തിനാ മക്കളെ നിങ്ങൾ ചെറിയ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നു? നിങ്ങൾ പഠിക്കുമ്പോൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യും. എന്നാലല്ലേ നമ്മളിപ്പം ഈ SSC GD എക്സാം ഡിഗ്രിക്കാരൻ എഴുതരുത് എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ഇവിടെ CGL പ്രിപ്പയർ ചെയ്യുന്നവരും CHSL പ്രിപ്പയർ ചെയ്യുന്നവരും ഈ GD എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ നമ്മൾ നന്നായി പഠിക്കണം. നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ GD എഴുതുന്നവരോടാണ് ഞാൻ പറയുന്നത്, GD എഴുതുന്നവര് ഞാൻ ആ ക്ലാസ് കാണണോ, ഈ ക്ലാസ് കാണണോ, ഇച്ചിരി ടഫസ്റ്റ് ആയിട്ട് എല്ലാം ചെയ്ത് പഠിക്കും മക്കളെ. ഈ 3 ഏരിയയും സ്ട്രോങ് ആക്കുക. ഈ 3 ഏരിയയും സ്ട്രോങ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SSCയുടെ എല്ലാ എക്സാംസിനും പ്രയോജനമല്ലേ? SSCയുടെ എല്ലാ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഇപ്പൊ ഡിഗ്രി ഉള്ളവർക്ക് CGL മുതൽ ഇങ്ങോട്ട് എല്ലാം എഴുതിക്കൂടെ? CHSL എഴുതാം, GD എഴുതാം, MDS എഴുതാം, CPO എഴുതാം, എല്ലാ എക്സാംസും എഴുതിക്കൂടെ? അപ്പോ മസ്റ്റ് ആയിട്ടും നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാര് കണ്ട് പഠിച്ചു തുടങ്ങുക. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത്, കൃത്യമായി നോട്ട്ബുക്ക് എടുത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുത്. എല്ലാ ഷോർട്ട് ട്രിക്കുകൾ ഉൾപ്പെടെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കാണുന്നവരുണ്ടെന്ന് അറിയാം. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് കമന്റ് തന്ന് ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്ന് അറിയാം. അപ്പോ കുറച്ച് ആൾക്കാർ പക്ഷെ എന്തോ അവര് കാണത്തേ ഉള്ളൂ, അവര് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവരത് റെഗുലർ ആവത്തില്ല. അപ്പൊ നിങ്ങൾ നല്ല വിശാലമായി മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ച് സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ നിന്ന് നിങ്ങൾക്ക് ഈ പരീക്ഷ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സാം ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ GDയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ക്ലിയർ ആയിട്ട് അതിന്റെ സിലബസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ CGLന്റെ നമ്മൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ CHSൽ വരുമ്പോഴും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പോ വരും ക്ലാസ്സുകൾ, അപ്പോൾ നമ്മൾ എന്താണ് മാത്സിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാ സബ്ജക്ട്സിന്റെയും ക്ലാസ്സുകൾ കിട്ടും. എല്ലാ ജനറൽ അവയർനെസ്, റീസണിങ്, ഇംഗ്ലീഷ് ഉൾപ്പെടെ എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 600ഓളം വീഡിയോസ് വന്നിട്ടുള്ള മറ്റൊരു ചാനലും കേരളത്തിൽ തന്നെ ഇല്ല SSC എക്സാംസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ എക്സാംസ് നിങ്ങൾ ക്ലിയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.